വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. അതിലെ ചാപ്റ്റർ 5 ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി, ഭൂമി കഥയും കാര്യവും എന്ന ചാപ്റ്ററുടെ പാർട്ട് 2. അതിലെ ലാറ്റിറ്റ്യൂഡ്സ് വരെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോഞ്ചിറ്റ്യൂഡ്സ്. See the lines connecting both the poles on the globe. ഗ്ലോബിൽ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകൾ ശ്രദ്ധിക്കൂ. These are the longitudes. ഇവയാണ് രേഖാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. These are curved lines perpendicular to the latitudes. അഗാംശ രേഖകൾക്ക് അതായത് ലാറ്റിറ്റ്യൂഡ്സിന് ലംബമായി പെർപെൻഡിക്കുലറായി വരച്ചിട്ടുള്ള curved lines ആണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. Let us draw the lines of longitudes. Draw a line connecting the north and south poles on the same ball on which the latitudes are drawn. നേരത്തെ അഗാംശ രേഖകൾ ലാറ്റിറ്റ്യൂഡ്സ് വരച്ചിട്ടുള്ള പന്തിലെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു രേഖ വരയ്ക്കൂ. The line passes perpendicular to the equator. ഈ രേഖ ഭൂമധ്യരേഖയ്ക്ക് ഇക്വേറ്ററിന് കുറുകെയാണ് കടന്നു പോകുന്നത്. അല്ലേ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. Cut the ball into 2 equal halves as shown. പന്തിനെ നെടുകെ രണ്ടായി, അതായത് ചിത്രം 5.ൽ കാണുന്നത് പോലെ മുറിക്കുക. Considering the line you have drawn as 0 degree, mark the angular distances towards the left and right using a protractor. ഭൂമധ്യരേഖയ്ക്ക് ഇക്വേറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ലൈന്, കുറുകെ വരച്ച രേഖയെ 0 ഡിഗ്രി ആയി കണക്കാക്കി ഈ രേഖയിൽ നിന്ന്, ഈ ലൈനിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും ലെഫ്റ്റും റൈറ്റും പ്രൊട്രാക്ടറുടെ സഹായത്തോടെ ആംഗുലർ ഡിസ്റ്റൻസ് കോണീയ അളവുകൾ രേഖപ്പെടുത്തുക. Join each angular distance to the pole by sticking dots on the pole. ഓരോ കോണളവിനെയും പൊട്ടുകൾ ഒട്ടിച്ച് ധ്രുവവുമായി ബന്ധിപ്പിക്കുക, പോളുമായിട്ട് ബന്ധിപ്പിക്കുക. Now, lines can be drawn instead of the dots. ഇനി പൊട്ടുകൾക്കു പകരം നമുക്ക് രേഖകൾ വരയ്ക്കാം, ലൈൻസ് വരയ്ക്കാം. After repeating the same procedure over the other half, rejoin the two halves. പന്തിൻ്റെ മറ്റേ പകുതിയിലും ഇതുപോലെ രേഖകൾ, ലൈൻസ് വരച്ചു ചേർത്ത് പന്ത് ഒട്ടിച്ചു വയ്ക്കൂ. You will get a sphere with curved lines connecting both the poles. Figure 5.9b. ഇപ്പോൾ ചിത്രം 5.9 ബിയിൽ കാണുന്നത് പോലെ ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ച്, അതായത് രണ്ട് പോൾസിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ലൈൻസ് പന്തിൽ നമുക്കിപ്പോൾ കിട്ടി. These lines are called longitudes. ഈ രേഖകളാണ്, ഈ ലൈൻസ് ആണ് രേഖാംശ രേഖകൾ, ലോഞ്ചിറ്റ്യൂഡ്സ് എന്നറിയപ്പെടുന്നത്. 0 degree longitude is known as the standard meridian. 0 ഡിഗ്രി രേഖാംശം മാനക രേഖാംശം സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. Longitudes are angular distances east and west of the standard meridian. മാനക രേഖാംശത്തിന് ഇരുവശവും, സ്റ്റാൻഡേർഡ് മെറിഡിയന്റെ ഇരുവശവും, അതായത് കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ്. ഈസ്റ്റും വെസ്റ്റിലുമുള്ള ആംഗുലർ ഡിസ്റ്റൻസ് ആണ് ലോഞ്ചിറ്റ്യൂഡ്സ്, രേഖാംശം എന്ന് പറയുന്നത്.
Lines of longitudes are imaginary lines connecting the same angular distances with reference to the standard meridian. സ്റ്റാൻഡേർഡ് മെറിഡിയത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള ഒരേ ആംഗുലർ ഡിസ്റ്റൻസ് ഉള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്, ഇമാജിനറി ലൈൻസ് ആണ് രേഖാംശ രേഖകൾ. ഒബ്സർവ് ദ ഫിഗർ 5.10. ചിത്രം 5.10 ശ്രദ്ധിക്കൂ. All the lines of longitudes converged at both the poles. ഇവിടെ ഈ രേഖകളെല്ലാം, ഈ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് എല്ലാം ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കൂട്ടിമുട്ടുന്നില്ലേ? അതായത് രണ്ട് പോൾസിലല്ലേ, നോർത്ത് പോളിലും സൗത്ത് പോളിലും തമ്മിൽ കൂട്ടിമുട്ടുന്നതായി നമുക്ക് കാണാം. There are 180 degrees of longitudes on either side of the standard meridian. സ്റ്റാൻഡേർഡ് മെറിഡിയത്തിന് ഇരുവശമായി 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത്. 180 ഡിഗ്രിയിലുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് സ്റ്റാൻഡേർഡ് മെറിഡിയത്തിൻ്റെ ഇരുവശവും ഉള്ളത്. ഐഡൻറ്റിഫൈ ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇൻ ദ ഫിഗർ ബിലോ. ചിത്രത്തിൽ നിന്നും സ്റ്റാൻഡേർഡ് മെറിഡിയൻ കണ്ടെത്തൂ. വാട്ട് ഈസ് ദ ആംഗുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ and the line of longitude opposite to it? സ്റ്റാൻഡേർഡ് മെറിഡിയത്തിന് എതിർവശത്തുള്ള രേഖാംശത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ലോഞ്ചിറ്റ്യൂഡിൻ്റെ കോണീയ അകലം എത്ര? ആംഗുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 180 ഡിഗ്രി. The longitudes along the eastern hemisphere are called the east longitudes, and those along the western hemisphere are called the വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ്. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശങ്ങളെ, ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലെ ലോഞ്ചിറ്റ്യൂഡ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ്, കിഴക്ക് രേഖാംശങ്ങൾ എന്നും, അതുപോലെ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ പടിഞ്ഞാറ് അർദ്ധഗോളത്തിലുള്ളവയെ നമ്മൾ എന്ത് പറയുന്നു? വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ്, പടിഞ്ഞാറ് രേഖാംശങ്ങൾ എന്നും വിളിക്കുന്നു. ട്രൈ അഗെയിൻ. In the earlier part of the unit, you were asked to state the location of the picture on the ball. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ പന്തിൽ പതിച്ച ചിത്രത്തിൻ്റെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? Will you be able to do the task now? പന്തിലെ ചിത്രത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുവാൻ ഇനി നിങ്ങൾക്ക് കഴിയുമോ? The exact location of places on the earth is determined based on the latitudes and longitudes. ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയിട്ടാണ്. ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ ഫ്രം ദ ഗിവൺ മാപ്പ് 5.11 ഇൻ ടേംസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. താഴെ കാണുന്ന ഭൂപടത്തിൽ, അതായത് ചിത്രം 5.11 നിന്നും ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സിനെയും ഇടയിലാണെന്ന് കണ്ടെത്തൂ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗ്ലോബ് ആൻഡ് ദ വേൾഡ് മാപ്പ്. താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഇതിനായി ഗ്ലോബും ലോക ഭൂപടവും ഉപയോഗപ്പെടുത്തൂ. കൺട്രി, ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ്. രാജ്യം, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ. അപ്പോൾ ആദ്യം ഏതാ കൊടുത്തിട്ടുള്ളത്? ഇന്ത്യയാണ് അല്ലേ. ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ്? ബിറ്റ്വീൻ 8 ഡിഗ്രി നോർത്ത് ആൻഡ് 38 ഡിഗ്രി നോർത്ത്. 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലായിട്ടാണ് ഉള്ളത്. ലോഞ്ചിറ്റ്യൂഡ്സോ? ബിറ്റ്വീൻ 68 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 98 ഡിഗ്രി ഈസ്റ്റ്. 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലായിട്ടാണ്. അടുത്ത കൺട്രി നോക്കൂ, നേപ്പാൾ. ലാറ്റിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 26 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി നോർത്ത്. 26 ഡിഗ്രി വടക്കിനും 30 ഡിഗ്രി വടക്കിനും ഇടയിലാണ്. ലോഞ്ചിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 80 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 88 ഡിഗ്രി ഈസ്റ്റ്. 80 ഡിഗ്രി കിഴക്കിനും 88 ഡിഗ്രി കിഴക്കിനും ഇടയിലായിട്ടാണ് ലോഞ്ചിറ്റ്യൂഡ്സ് ഉള്ളത്.
USA. ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ്? ബിറ്റ്വീൻ 24 ഡിഗ്രി നോർത്ത് ആൻഡ് 49 ഡിഗ്രി നോർത്ത്. 24 ഡിഗ്രി വടക്കിനും 49 ഡിഗ്രി വടക്കിനും ഇടയിലായിട്ടാണ്. ലോഞ്ചിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 66 ഡിഗ്രി വെസ്റ്റ് ആൻഡ് 125 ഡിഗ്രി വെസ്റ്റ്. 66 ഡിഗ്രി പടിഞ്ഞാറിനും 125 ഡിഗ്രി പടിഞ്ഞാറിനും ഇടയിലാണ്. ചൈനയോ? ലാറ്റിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 18 ഡിഗ്രി നോർത്ത് ആൻഡ് 54 ഡിഗ്രി നോർത്ത്. 18 ഡിഗ്രി വടക്കിനും 54 ഡിഗ്രി വടക്കിനും ഇടയിലാണ്. ലോഞ്ചിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 74 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 135 ഡിഗ്രി ഈസ്റ്റ്. 74 ഡിഗ്രി കിഴക്കിനും 135 ഡിഗ്രി കിഴക്കിനും ഇടയിലാണ്. ഡേ ആൻഡ് നൈറ്റ്. Look at the figure 5.12. Alina and Ammu are two children living at places located on almost opposite faces of the earth. ചിത്രം 5.12 ശ്രദ്ധിക്കൂ. ഭൂമിയിലെ ഏതാണ്ട് വിപരീത വശങ്ങളിലെ 2 സ്ഥലങ്ങളിൽ താമസിക്കുന്ന കുട്ടികളാണ് അലീനയും അമ്മുവും. അലീന lives in California in the USA and Ammu lives in Kerala. അലീന അമേരിക്കൻ ഐക്യനാടുകളിലെ കാലിഫോർണിയയിലും അമ്മു കേരളത്തിലുമാണ് ഉള്ളത്. ഫ്രം ദ ഗ്ലോബ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് പ്ലേസസ് ആർ ലൊക്കേറ്റഡ് ഓൺ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് ദ എർത്ത്. ഗ്ലോബ് പരിശോധിച്ചാൽ ഈ സ്ഥലങ്ങൾ വിപരീത ദിശയിലാണെന്ന് മനസ്സിലാകും. വൈൽ അമ്മു ഗോസ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്, അലീന ഈസ് സ്ലീപ്പിംഗ് അറ്റ് നൈറ്റ്. അമ്മു രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അലീന രാത്രിയിൽ ഉറങ്ങുകയാണ്. വൈൽ അലീന ഗോസ് ടു സ്കൂൾ ഇൻ ദ മോർണിംഗ്, ഇറ്റ് വിൽ ബി നൈറ്റ് അറ്റ് അമ്മൂസ് പ്ലേസ്. അലീന രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴോ അമ്മുവിൻ്റെ നാട്ടിൽ രാത്രിയായിരിക്കും. When it is day on one face of the earth, the opposite face experiences night. ഭൂമിയുടെ ഒരു ഭാഗത്ത് പകൽ അനുഭവപ്പെടുമ്പോൾ നേരെ മറുഭാഗത്ത് രാത്രിയായിരിക്കും. Thus, day and night are experienced one after the other. പകലും രാത്രിയും ഭൂമിയിൽ മാറി മാറി അനുഭവപ്പെടുന്നു. Let us see how this happens through a simple experiment. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പരീക്ഷണത്തിലൂടെ കണ്ടെത്താം. As shown in the picture 5.13, place a globe against any source of light. ചിത്രം 5.13 കാണുന്നത് പോലെ ഒരു ഗ്ലോബ് ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിന് അഭിമുഖമായി വരത്തക്കവണ്ണം പിടിച്ചു നോക്കൂ. Now one face will be illuminated and the other will be in the dark. അപ്പോൾ ഒരു ഭാഗം പ്രകാശിതമാകുമ്പോൾ മറുഭാഗം ഇരുട്ടിലായിരിക്കും. Turn the globe. ഇനി ഗ്ലോബ് കറക്കി നോക്കൂ. You can see that the illuminated face turns dark and the dark face turns illuminated. പ്രകാശിതമായിരുന്ന ഭാഗം ഇരുട്ടിലേക്ക് പോകുന്നതും ഇരുട്ടിലായിരുന്ന ഭാഗം പ്രകാശിതമാകുന്നതും കാണുന്നില്ലേ? ഭൂമിയുടെ ഒരു ഭാഗത്ത് പ്രകാശമുള്ളപ്പോൾ മറുഭാഗത്ത് ഇരുട്ടാണെന്ന് കൂട്ടുകാർ കണ്ടെത്തിയല്ലോ. It is in the same manner that day and night occurs on the earth. ഇതുപോലെ തന്നെയാണ് ഭൂമിയിലും രാത്രിയും പകലും ഉണ്ടാവുന്നത്. Don't you know the source of light for the earth is the sun? ഭൂമിയുടെ പ്രകാശ സ്രോതസ് സൂര്യനാണെന്ന് കൂട്ടുകാർക്കറിയില്ലേ? You have already learned that the shape of the earth is spherical and that it spins on its own axis. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. The spinning of the earth on its own axis is called rotation. ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം, റൊട്ടേഷൻ എന്ന് പറയുന്നു. The part of the earth facing the sun due to rotation gets illuminated and experiences day.
ഭ്രമണം മൂലം, റൊട്ടേഷൻ മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം, സൂര്യനെ ഫേസ് ചെയ്തിട്ടുള്ള ഭാഗം പ്രകാശിതമാകുന്നതിനാൽ പകൽ അനുഭവപ്പെടുന്നു. As the opposite face does not get sunlight, night is experienced there. എന്നാൽ മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ അവിടെ രാത്രിയായിരിക്കും. Day and night is experienced one after the other due to the rotation of the earth. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നത് ഭ്രമണം മൂലമാണ്, റൊട്ടേഷൻ മൂലമാണ് ഡേയും നൈറ്റും ഉണ്ടാവുന്നത്. The earth takes 24 hours to complete one rotation. ഭൂമിക്ക് ഒരു ഭ്രമണം, ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ 24 മണിക്കൂർ സമയം വേണം. It is considered as a day. ഇതിനെ ഒരു ദിവസമായി കണക്കാക്കുന്നു. See whether the face of the earth where you live is now facing the sun or not. നിങ്ങൾ വസിക്കുന്ന ഭാഗം ഇപ്പോൾ സൂര്യന് അഭിമുഖമാണോ? Worksheet. In the above pictures, color the face of the earth experiencing day with yellow crayon and the face of the earth experiencing night with black crayon. മുകളിൽ തന്നിട്ടുള്ള ചിത്രങ്ങളിൽ ഭൂമിയിൽ പകൽ അനുഭവപ്പെടുന്ന ഭാഗം മഞ്ഞ ക്രയോൺ ഉപയോഗിച്ചും രാത്രി അനുഭവപ്പെടുന്ന ഭാഗം കറുത്ത ക്രയോണും ഉപയോഗിച്ച് നിറം നൽകൂ. ആദ്യത്തെ ചിത്രത്തിൽ റൈറ്റ് സൈഡാണ് സണ്ണുള്ളത്. അപ്പോൾ സണ്ണുള്ള സൈഡ് എന്തായിരിക്കും? ഡേയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നൈറ്റും ആയിരിക്കും. സൺറൈസ് ആൻഡ് സൺസെറ്റ്. The change in the position of the sun is experienced due to the rotation of the earth. ഭൂമിയുടെ ഭ്രമണം മൂലമാണ്, റൊട്ടേഷൻ മൂലമാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് ദൃശ്യമാകുന്നത്. You might have noticed that the trees and buildings seems to move in the opposite direction while we travel in vehicles. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മരങ്ങളും കെട്ടിടങ്ങളുമൊക്കെ എതിർദിശയിലേക്ക് സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നാറില്ലേ? Do they really move? യഥാർത്ഥത്തിൽ അവ ചലിക്കുന്നുണ്ടോ? Similarly, the sun which is far away from the earth seems to rise in the east and set in the west. ഇതുപോലെയാണ് ഭൂമിയിൽ നിന്ന് വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്ന സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് ദൃശ്യമാകുന്നത്. Turn a globe placed on the table from left to right as shown in the picture 5.15. മേശപ്പുറത്തിരിക്കുന്ന ഗ്ലോബിനെ ചിത്രം 5.15 കാണുന്നത് പോലെ ഇടതുഭാഗത്തിൽ നിന്നും വലതുഭാഗത്തേക്ക് കറക്കൂ. Imagine the left side is the west and the right side is the east. ഇടതുഭാഗം പടിഞ്ഞാറും വലതുഭാഗം കിഴക്കുമാണെന്ന് സങ്കൽപ്പിക്കൂ. It is because of the rotation of the earth from west to east that the sun seems to rise in the east and set in the west. ഭൂമിയുടെ ഭ്രമണം, ഭൂമിയുടെ റൊട്ടേഷൻ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. Haven't you noticed the changes in the shadows over the day? പകൽ വിവിധ സമയങ്ങളിലെ നിങ്ങളുടെ നിഴലുകൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? അത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? Worksheet. Draw the sun at the proper positions with reference to the shadows given. ഓരോ ചിത്രത്തിലെയും നിഴലിനെ അടിസ്ഥാനമാക്കി യഥാസ്ഥാനത്ത് സൂര്യനെ വരച്ചു ചേർക്കുക. എപ്പോഴും നിഴല് സൂര്യന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് ആലോചിക്കുക. ആദ്യത്തെ ചിത്രത്തിൽ മരത്തിൻ്റെ നിഴൽ റൈറ്റ് സൈഡാണ്. അപ്പോൾ സൂര്യൻ ഏത് സൈഡായിരിക്കണം? ലെഫ്റ്റ് സൈഡായിരിക്കണം. രണ്ടാമത്തെ ചിത്രത്തിൽ നിഴൽ നടുക്കെയാണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ നടുക്കിലായിരിക്കണം. തേർഡ് പിക്ചറിൽ നിഴൽ ലെഫ്റ്റ് സൈഡാണ്. അങ്ങനെയാണെങ്കിൽ സൂര്യൻ റൈറ്റ് സൈഡാണ് ഉണ്ടാവേണ്ടത്. Changing seasons. Along with the rotation on its axis, the earth also moves around the sun. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി
സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. The movement of the earth around the sun is called a revolution. ഈ വലം വയ്ക്കൽ പരിക്രമണം revolution എന്നറിയപ്പെടുന്നു. What all changes occur in our surroundings in a single year? ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റിലും അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Rainy season begins with the reopening of schools. സ്കൂൾ വർഷാരംഭത്തോടെ മഴക്കാലമായി. Intermittent rain continues for 4 to 5 months. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ 5-6 മാസം നീണ്ടു നിൽക്കുന്നു. Then gradually it grows cold. പിന്നെ മെല്ലെ തണുപ്പേറി വരുന്നു. After that it becomes hot. അത് കഴിയുമ്പോൾ ചൂടും. Some trees shed their leaves. മരങ്ങളിൽ ചിലത് ഇല പൊഴിക്കുന്നു. Bear flowers പുഷ്പിക്കുന്നു. And fruits കായ്ക്കുന്നു. Do you know why these seasonal changes occur? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാലങ്ങൾ മാറി മാറി അനുഭവപ്പെടുന്നത് എന്ന് കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ? It is due to the revolution of the earth that we experience different seasons. ഭൂമിയുടെ പരിക്രമമാണ് ഇത്തരത്തിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടുന്നതിന് കാരണം. You have learned in the previous class that all the planets in the solar system revolve around the sun. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നു എന്ന് നിങ്ങൾ മുൻ ക്ലാസുകളിൽ പഠിച്ചുവല്ലോ. Look at the picture 5.16. ചിത്രം 5.16 നോക്കൂ. Do you know how long it takes for the earth to complete one revolution around the sun? ഒരു പരിക്രമണം, ഒരു revolution പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് എത്ര ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് കൂട്ടുകാർക്കറിയാമോ? Actually, it will take 365 1/4 days, which is considered as an year. കൃത്യമായി പറഞ്ഞാൽ 365 കാൽ ദിവസങ്ങൾ. ഇതാണ് ഒരു വർഷം എന്നറിയപ്പെടുന്നത്. Wow, what a speed! Do you know the average speed of an aeroplane? ഒരു വിമാനത്തിന്റെ വേഗത എത്രയെന്ന് കൂട്ടുകാർക്കറിയാമോ? It is about 560 km/h. മണിക്കൂറിൽ ഏകദേശം 560 കിലോമീറ്റർ ആണ്. But the speed of revolution of the earth is 96,000 km/h. എന്നാൽ മണിക്കൂറിൽ ശരാശരി 96,000 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിയുടെ പരിക്രമണം, ഭൂമിയുടെ revolution. Leap year. To complete one revolution, the earth takes 365 1/4 days. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365 കാൽ ദിവസങ്ങൾ വേണ്ടിവരും. But a year normally has 365 days. എന്നാൽ ഒരു വർഷത്തിന് 365 ദിവസങ്ങളാണ് ഉള്ളത്. The remaining 1/4 part of a day will be considered as a full day once in every 4 years. ബാക്കിയുള്ള കാൽ ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു. Thus, every 4th year has 366 days and is called a leap year. അങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങൾ ഉണ്ടാകും. ഇതാണ് അതിവർഷം, ലീപ് ഇയർ എന്ന് പറയുന്നത്. The earth, my lifelong friend. First one, the thing you like on the earth. ഭൂമിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? The sunrise and sunset. സൂര്യോദയവും സൂര്യാസ്തമവും. Phenomena of rain, snow, etc. മഴയുടെ പ്രതിഭാസം, മഞ്ഞ് തുടങ്ങിയവയെല്ലാം ഭൂമിയിൽ ഇഷ്ടപ്പെട്ടവയാണ്. The country you like the most
and its location based on the latitudes and longitudes. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യവും അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെയും അടിസ്ഥാനത്തിലുള്ള സ്ഥാനവുമാണ് എഴുതേണ്ടത്. ഇന്ത്യ. ലാറ്റിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 8 ഡിഗ്രി നോർത്ത് ആൻഡ് 38 ഡിഗ്രി നോർത്ത്. ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ്? 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലാണ്. ലോഞ്ചിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ 68 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 98 ഡിഗ്രി ഈസ്റ്റ്. ലോഞ്ചിറ്റ്യൂഡ്സ് എങ്ങനെയാണ്? 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലാണ്. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ എർത്ത്. ഭൂമി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം, ക്ലൈമറ്റിക് ചേഞ്ചസ്, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. ഇവയെല്ലാം ഭൂമി നേരിടുന്ന പ്രശ്നങ്ങളാണ്. സജഷൻസ് ടു ഓവർകം ദ പ്രോബ്ലംസ്. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ക്ലീൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഡികമ്പോസിഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. മാലിന്യ വസ്തുക്കളുടെ അഴുകൽ. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ്. ശരിയായ മാലിന്യ സംസ്കരണം. ഓർഗാനിക് ഫാമിംഗ്. ജൈവ കൃഷി. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിച്ചിട്ടുള്ള കൃഷിയേക്കാളും ജൈവ കൃഷിയിലേക്ക് മാറുന്നതും ഈ പ്രോബ്ലംസ് എല്ലാം, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ്. സമ്മറി. The unique shape of the earth is called geoid. ഭൂമിയുടെ സവിശേഷ ആകൃതിയെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു. The latitudes and longitudes are imaginary lines drawn based on the angular distances from the center of the earth. ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും എന്നത് ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള കോണീയ അകലങ്ങളെ അടിസ്ഥാനമാക്കി സാങ്കല്പികമായി വരച്ചിട്ടുള്ളതാണ്. The locations of the earth are determined based on the lines of latitudes and longitudes. ഭൂമിയിൽ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഉപയോഗപ്പെടുത്തിയാണ് സ്ഥാനനിർണയം നടത്തുന്നത്. Day and night are caused by the rotation and seasons are caused by the revolution of the earth. റൊട്ടേഷന്റെ ഫലമായി പകലും രാത്രിയും, റവല്യൂഷന്റെ ഫലമായി ഋതുക്കളും സീസൺസും ഉണ്ടാകുന്നു.